ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് പ്രതിഭ ക്യൂസ് ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇരുമ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിലൂടെ തടയാൻ കഴിയുന്ന രോഗം ഏതാണ്? ഉത്തരം അനീമിയ എന്ന രോഗമാണ് ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ തടയാൻ കഴിയുന്ന രോഗം. വാഗൺ ട്രാജഡി എന്ന പേരിലുള്ള കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? ഉത്തരം 1921 വാഗൺ ട്രാജഡി നടന്നത്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണല്ലോ. ഒരു ടീമിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത്? ഉത്തരം ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമായ ഹോക്കിയിൽ ഒരു ടീമിൽ 11 അംഗങ്ങളാണ് ഉള്ളത്. CH മുഹമ്മദ് കോയ ജനിച്ച വർഷം ഏതാണ്? ഉത്തരം 1927 CH മുഹമ്മദ് കോയ ജനിച്ചത്. ഒളിമ്പിക്സ് മാതൃകയിൽ കേരളത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? ഉത്തരം തക്കുടു എന്ന അണ്ണാറക്കണ്ണനാണ് കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം. ലോകത്തിൽ വലുപ്പത്തിന്റെ സ്ഥാനത്തിൽ ഇന്ത്യ എത്രാമതാണ്? ഉത്തരം 7ാം സ്ഥാനമാണ് ലോകത്തിൽ വലുപ്പത്തിന്റെ സ്ഥാനത്ത് ഇന്ത്യ. കേരള കായിക ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 13 കേരള കായിക ദിനം. കേരള വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രിയായി പുതിയതായി ചുമതലയേൽക്കുന്നത് ആരാണ്? ഉത്തരം തോമസ് കെ തോമസ്. രണ്ട് സംഖ്യകളുടെ തുക 20, വ്യത്യാസം 0 അവയുടെ ഗുണനഫലം എത്രയാണ്? ഉത്തരം 100. രണ്ട് സംഖ്യകൾ 10, 10 + 10 20, 10 - 10 0. 10 × 10 100. കാളപ്പോര് ഏത് രാജ്യത്തിന്റെ ദേശീയ വിനോദമാണ്? ഉത്തരം സ്പെയിനിന്റെ ദേശീയ വിനോദമാണ് കാളപ്പോര്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമായി പ്രഖ്യാപിക്കാൻ പോകുന്നത് ഏത് ഗ്രാമമാണ്? ഉത്തരം കുറ്റിച്ചൽ പഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമായി പ്രഖ്യാപിക്കാൻ പോകുന്നത്. നക്ഷത്രങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ ആണ് നക്ഷത്രങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം. ഈ വർഷം നടന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിജയ് ആരാണ്? ഉത്തരം കാരിച്ചാൽ ചുണ്ടനാണ് ഈ വർഷം നടന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിജയ്. 2024 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത്? ഉത്തരം 155ാം ജന്മദിനമാണ് ഗാന്ധിജിയുടെ ഈ വർഷം ആചരിച്ചത്. ഉറുമ്പിന്റെ കാലുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഉറുമ്പിന് 6 കാലുകളാണ് ഉള്ളത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം അരുണാചൽ പ്രദേശ് ആണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം. മലയാള സിനിമയിൽ അമ്മ വേഷത്തിലൂടെ ശ്രദ്ധ നേടിയ നടി ഈയിടെ അന്തരിച്ചു. ആരാണത്? ഉത്തരം കവിയൂർ പൊന്നമ്മയാണ് ഈയിടെ അന്തരിച്ച വ്യക്തി. ചന്ദ്രനിൽ മനുഷ്യനിറങ്ങിയപ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഇന്ദിരാഗാന്ധിയായിരുന്നു ചന്ദ്രനിൽ മനുഷ്യനിറങ്ങിയപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.